രക്ഷിച്ചോനാം മശിഹ കാരുണ്യം ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് സിംഗപ്പൂർ സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വചനസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഉദ്ഘോഷിക്കുന്നതായ സുവിശേഷമുണ്ട്. ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ അത്ഭുത വാർത്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ ഈ നാളുകളിൽ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകം പ്രതികൂലതകളുടെയും പ്രതിസന്ധികളുടെയും ജീവിതത്തിലെ തകർച്ചയുടെ അനുഭവങ്ങളിലുമൊക്കെ കടന്നു പോകുന്ന ആളുകളുടെ ഇടയിൽ ഈ സന്തോഷത്തിൻ്റെ അത്ഭുത വാർത്ത ജീവിതത്തെ സ്വാന്തനപ്പെടുത്തുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യൻ ആത്മീയ സാഹിത്യത്തിലെ മഹാചാര്യനായ രവീന്ദ്രനാഥ് ടാഗോർ ക്രിസ്തീയ വേദശാസ്ത്രത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. മറ്റെല്ലാ മതങ്ങളിലും മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുമ്പോൾ ക്രൈസ്തവ വേദശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്നത് മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മെ തേടി വരുന്ന ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അനുഭവമാണ് ഓരോ ജനന പെരുന്നാളും. നമ്മുടെ ജീവിതത്തിൽ അവനോട് തുല്യം നാം ആകുവാൻ നമ്മെപ്പോലെ അവനായി തീർന്ന ആ അത്ഭുതകരമായ അവർണ്ണനീയമായ ആ സന്തോഷത്തിൻ്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്തു വയ്ക്കുവാൻ ഇടയായിത്തീരണം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ T.S. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ ദി ജേണി ഓഫ് ദ മെജി എന്ന് പറയുന്ന ഒരു കവിതയിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ മുൻകൂട്ടി അറിഞ്ഞ് ക്രിസ്തുവിനെ കാണുവാനായിട്ട് യാത്രയാകുന്ന 3 ജ്ഞാനികളായ ആളുകളുടെ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ 3 ജ്ഞാനികളായ ആളുകൾ കടന്നു പോകുന്ന സമയവും കാലഘട്ടവും കാലാവസ്ഥയും എല്ലാം വലിയ പ്രതികൂലതകൾ നിറഞ്ഞതായിരുന്നു. അവർ പോകുന്ന വഴികളിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഈ കവിതയിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. ഒട്ടകത്തിൻ്റെ പുറത്താണ് 3 പേരും യാത്രയാകുന്നത്. പക്ഷേ പോകുന്ന വഴികളിൽ മഞ്ഞുപാളികൾ നിറഞ്ഞു നിൽക്കുന്നതായ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിൽ ഈ ഒട്ടകങ്ങളുടെ കാലുകൾ മഞ്ഞിൽ പുതഞ്ഞു പോവുകയാണ്. പരിക്കുപറ്റുന്ന ഒട്ടകങ്ങൾക്ക് മുന്നോട്ട് നടക്കുവാൻ സാധിക്കുന്നില്ല. ഈ അതിശൈത്യത്തിലും തങ്ങളുടെ യാത്രയെ അവസാനിപ്പിക്കാതെ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് യാത്രയാകുന്ന 3 ജ്ഞാനികൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ആ ഉണ്ണിയേശുവിനെ വന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും സഹിക്കാവുന്നതിലും അപ്പുറമായ സങ്കടങ്ങളുമൊക്കെ പലപ്പോഴും കടന്നു വരും. എന്നാൽ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തമ്പുരാൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിയുള്ള നമ്മുടെ യാത്ര നമ്മുടെ ജീവിതത്തെ ലക്ഷ്യസ്ഥാനത്ത് രക്ഷയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഇടയാക്കി തീർക്കുമെന്നുള്ളൊരു വലിയ സന്ദേശം ഇത് പകർന്നു തരുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വലിയ ലക്ഷ്യവും ഇത് തന്നെയാണ്. പിതാവാം ദൈവത്തിൻ്റെ വലിയ സ്നേഹം തന്നെ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിക്കണമെന്നുള്ള ആ വലിയ തീക്ഷ്ണമായ ആഗ്രഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാനായിട്ട് ഈ നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ മുഖാന്തരമായി തീരട്ടെ. രക്ഷയുടെ അനുഭവം പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുക്കുവാൻ ഈ നോമ്പിൻ്റെ നാളുകൾ മുഖാന്തരമായി തീരട്ടെ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചുവെങ്കിൽ അവന് വേണ്ടി ജീവിക്കുവാനുള്ളൊരു മനോഭാവത്തിലേക്ക് വളരുവാൻ പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും അതുപോലെ തന്നെയുള്ളതായ സഹനങ്ങളുടെയും നടുവിൽ ക്രിസ്തുവിൻ്റെ ആ വലിയ സന്തോഷത്തിൻ്റെ ആ സുവിശേഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രയാകുവാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ഈ ജനന പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ ജനന പെരുന്നാളിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജന്മത്താൽ വിടുതൽ തന്ന നന്ദനനേ കൃപ ചെയ്നാഥ, ജന്മത്താൽ രക്ഷിച്ചോന മശിഹാ കാരുണ്യം ചെയ്ത. ദൈവം കാണും ബാലിക തന്നുദരേ വാഴും അദ്രികളും തന്നാജ്ഞത്താൽ ഭൂതലവും വിറകൊള്ളുന്നു. കൽപ്പനയാൽ അവനേറ്റു മാനുഷിതൻ ബലഹീനാംഗം, എങ്ങനെയാണ് അത്യാശ്ചര്യം സൃഷ്ടാവേ പുൽക്കൂടേറ്റു. എങ്ങനെയാ പുൽക്കൂടേറ്റു സിംഹത്തിൻ ശിശുവിൻ ശക്തി, എങ്ങനെയാ വിശ്വംഭരനെ കന്യകയാ പെൺകുഞ്ഞേ നീ. ജന്മത്താൽ വിടുതൽ തന്ന നന്ദനനേ കൃപ ചെയ്നാഥ, ജന്മത്താൽ രക്ഷിച്ചോന മശിഹാ കാരുണ്യം